കഴിഞ്ഞ കളിയിൽ എവിടെയാണോ നിർത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് തന്നെയാണ് സഞ്ജു ആയാലും ചെന്നൈ ആയാലും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരിട്ട് ആദ്യ 3 ബോളുകളും ബൗണ്ടറിയിലേക്ക് അടിച്ചിട്ട് സഞ്ജു എന്തായാലും ഈ ഒരു കളിയിലും കഴിഞ്ഞ ആ ഒരു ഇന്നിങ്സിൻ്റെ തുടർച്ചയെന്നോണം നല്ല രീതിയിൽ അടിച്ച് കളിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു സൂചന കൊൽക്കത്തയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് കൊടുത്തപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഈ ഒരു കളിയിലും ചെന്നൈക്ക് എന്തായാലും ഒരു ഗ്രിപ്പ് ഉണ്ടാവുമെന്ന്. അതുപോലെ ഒരു സ്റ്റാർട്ടാണ് സഞ്ജു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരറ്റത്ത് സഞ്ജു തകർത്തടിച്ചിട്ട് കുറച്ച് റണ്ണ് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുമ്പോഴും ഋതുരാജിന് കാര്യമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. ഒരു എഡ്ജ് തട്ടിയിട്ട് ഒരു 4 കിട്ടിയെങ്കിൽ പോലും അനുകൂലിൻ്റെ ഓവർ വന്നപ്പോൾ അതൊന്ന് സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഋതുരാജിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടാണ്. ഇതിപ്പോൾ 5ാമത്തെ കളിയായിട്ടും ഋതുരാജിന് ഇപ്പോഴും ആ ഒരു ഫോം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ ഓപ്പണിങ്ങിൽ ഇറങ്ങുമ്പോൾ എല്ലാ ടീമുകളും ഈ IPL എല്ലാ ടീമുകളും ഇപ്പോൾ ആശ്രയിക്കുന്ന ആ ഓപ്പണിങ്ങിൽ നല്ലൊരു കൂട്ടുകെട്ടാണ്. ആ ഒരു പവർ പ്ലേയിലുള്ള നല്ല ബാറ്റിങ്ങിനനുസരിച്ചിരിക്കും അവരുടെ കളിയിലെ മുഴുവൻ പ്രോഗ്രഷൻ എന്നുള്ള രീതിയിലാണ് എല്ലാ ടീമുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെന്നൈയിന് ആയുഷ് മാത്ര നല്ല രീതിയിൽ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ ആയുഷ് മാത്രയ്ക്ക് ഒരു സ്ഥാനക്കയറ്റം കൊടുത്തിട്ട് സഞ്ജുവിൻ്റെ കൂടെ ഓപ്പണിങ്ങിന് ഇറക്കണോ എന്നുള്ളത് ചെന്നൈ കാര്യമായിട്ട് എന്തായാലും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ 5 കളികളോളമായി ഈ ക്യാപ്റ്റൻ ഋതുരാജ് ഇപ്പോൾ ഇറങ്ങുന്നു. പക്ഷേ കാര്യമായിട്ടുള്ളൊരു സപ്പോർട്ട് സഞ്ജുവിന് കൊടുക്കാനായിട്ട് ഋതുരാജിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കളിയിലും അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ 25 റൺസിൻ്റെ ആ ഒരു തുടക്കം, ചെറിയൊരു തുടക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു. 6 റൺസ് മാത്രമാണ് ഋതുരാജിന് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്, ബാക്കിയെല്ലാം സഞ്ജുവിന് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ആയുഷ് മാത്രം വന്നപ്പോഴാണ് കളിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ആയുഷ് മാത്രം ആദ്യം തൊട്ട് തന്നെ അടിച്ച് കളിക്കുന്നുണ്ട്. സഞ്ജുവിന് ഒരിടയ്ക്ക് സഞ്ജുവിനൊക്കെ വേഗത്തിൽ റൺ എടുക്കുന്നുണ്ടായിരുന്ന ആയുഷ് മാത്രമായിരുന്നു. രണ്ടുപേരും കൂടിയിട്ട് സ്കോർ ബോർഡ് 72 റൺസ് എത്തിച്ചു. പവർ പ്ലേയുടെ അവസാന ബോളിൽ മാത്രമേ വിക്കറ്റ് നഷ്ടമായെങ്കിലും ആ ഒരു പവർ പ്ലേ ടൈമിൽ 72ഓളം റൺസ് അടിച്ചെടുക്കാനായിട്ട് ചെന്നൈക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള ബ്രവീസ് ആണെങ്കിലും സഞ്ജുവിൻ്റെ കൂടെ വന്നിട്ട് അവർ നല്ലൊരു പാർട്ട്ണർഷിപ്പിനെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കോർ ബോർഡിൽ 111 റൺ ഉള്ളപ്പോഴായിരുന്നു സഞ്ജുവിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ 48 റൺസ് എടുത്തിട്ട് ആ ഒരു ഇന്നിങ്സിലേക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ സഞ്ജുവിന് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന സർഫറാസ് ആണെന്നുണ്ടെങ്കിലും ബ്രവീസിനെ കൂട്ടുപിടിച്ചിട്ട് ഇവർ രണ്ടുപേരായാലും ചെറിയൊരു പാർട്ട്ണർഷിപ്പും ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു. സർഫറാസ് പിന്നീട് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റില്ലെങ്കിൽ 23 റൺസ് എടുത്തിട്ട് സർഫറാസിൻ്റെ വിക്കറ്റ് പോയി. ബ്രവീസ് ആണെങ്കിലും കുഴപ്പമില്ലാതെ കളിച്ചിട്ട് ഒരു 40+ സ്കോർ ബ്രവീസിന് നേടാനായിട്ട് പറ്റി. ഇങ്ങനെ ചെന്നൈ നല്ല രീതിയിൽ 10 റൺസ് പെർ ഓവർ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 16 ഓവറിൽ അവർക്ക് 162 റൺസോളം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. 17ാമത്തെ ഓവറിൽ ആദ്യ ബോളിൽ തന്നെ സർഫറാസിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ പിന്നീട് ആ 4 ഓവറിൽ അവർക്ക് 30 റൺസ് മാത്രമാണ് സ്കോർ ബോർഡിലേക്ക് ചേർക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അതൊരു അവർ വിചാരിച്ച പോലെയുള്ള ഒരു എന്താ പറയുക, കുറച്ചുകൂടിയും നല്ലൊരു ഫിനിഷിങ് ചെന്നൈക്ക് കിട്ടിയില്ല എന്ന് നമുക്ക് പറയാം. ഡെത്ത് ഓവറുകളിൽ നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാർത്തിക് ത്യാഗിയും വൈഭവ് ഓറയും അതുപോലെ തന്നെ സുനിൽ നരയനാണെങ്കിലും സുനിൽ നരയനൊക്കെ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടു. അതുപോലെ മികച്ച എക്കണോമി റേറ്റിലാണ് ഈ ഒരു കളിയിലും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സർഫറാസിൻ്റെ വിക്കറ്റ് എടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നരയൻ ഫോമിലേക്ക് തിരിച്ചു വന്നത് കൊൽക്കത്തയ്ക്ക് ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവർ അനുകൂൽ റോയ് നല്ല രീതിയിൽ സ്പിന്നർ ബോൾ ചെയ്യുന്ന കണ്ടു. വരുൺ ചക്രവർത്തി ആണെങ്കിലും ഒരുപാട് അടി വാങ്ങിച്ചു കൂട്ടാതെ കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കളിയിലും. പക്ഷേ രണ്ടുപേരും നല്ല രീതിയിൽ അടി വാങ്ങുന്നുണ്ടായിരുന്നു. വൈഭവ് ഓറ 4 ഓവറിൽ 55 റണ്ണാണ് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ബോൾ ചെയ്യില്ല എന്നുള്ള പ്രശ്നം മാറിയിട്ട് ഗ്രീൻ ബോൾ ചെയ്ത് തുടങ്ങി. എന്നാൽ 15 എക്കണോമിയിൽ 30 റൺസായിരുന്നു 2 ഓവറിൽ ഗ്രീൻ വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും 6 ഓവറിൽ 85 റൺസ് അടിച്ചെടുക്കാനായിട്ട് ചെന്നൈക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 20 ഓവറിൽ 192 റൺസ് എന്ന സ്കോറിലേക്ക് ചെന്നൈ എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവർ 200 കടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൊൽക്കത്തയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും കറക്റ്റായിട്ടുള്ളൊരു പ്ലേയിങ് 11 കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഏതാണ് ആ വിന്നിംഗ് കോംബോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കോമ്പിനേഷൻ ഏതൊക്കെയാണെന്നുള്ളതും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുപോലെ പരീക്ഷണങ്ങൾ അവർ ഒരുപാട് നടത്തുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ കളിയിലും ഒരു പരീക്ഷണം തുടക്കത്തിൽ തന്നെ കണ്ടു. സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ടിൽ തന്നെ ഫിന്നലിൻ്റെ കൂടെ സുനിൽ നരയനാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുന്നേ ഫിൽസാളിൻ്റെ കൂടെയൊക്കെ ഇറങ്ങിയിട്ട് നരയൻ തകർത്തടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് നരയനെ ഫിന്നലിൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫിന്നലൻ വീണ്ടും നിരാശപ്പെടുത്തി. ഫിന്നലിൻ്റെ വിക്കറ്റ് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുന്നത് കണ്ടു. 1 റണ്ണ് മറ്റേ അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ഫിന്നലൻ. നരയൻ കുറച്ച് നേരം ഒന്ന് അടിക്കാനായിട്ട് ശ്രമിച്ചു. 10-24 റണ്ണോളം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 2 സിക്സൊക്കെ അടിച്ചിട്ടുള്ളത്. പക്ഷെ അതൊന്നും കാര്യമായിട്ട് കൊൽക്കത്തയ്ക്ക് ആ ഒരു ചേസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ആ കൂടി പിന്നീട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന അജിങ്ക്യ രഹാനെയും അതുപോലെ തന്നെ രഘുവംശിയും ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു. അജിങ്ക്യ രഹാനെ ആയാലും കാര്യമായിട്ട് റണ്ണ് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് ഷോട്ടുകൾ അദ്ദേഹത്തിന് അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രഘുവംശി ഒരു സൈഡിൽ നിന്ന് അടിക്കാനായിട്ട് നോക്കി. പക്ഷേ രഘുവംശിയുടെ വിക്കറ്റും കൂടി നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുള്ള പ്രതീക്ഷയും കൂടി പോയി തന്നെ നമുക്ക് പറയാമായിരുന്നു. കളിയിൽ ഒരു സമയത്തും കൊൽക്കത്ത ആ ഒരു റൺ ചേസിലേക്ക് കാര്യമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുള്ളത് നമുക്ക് തോന്നിയിട്ടില്ല. അവർ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, തോൽവിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി കളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അതുപോലെ അവർക്ക് റൺ കണ്ടെത്താനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ചെന്നൈയുടെ ബോളർമാർക്ക് തന്നെയാണ്. ഫീൽഡിൽ നിന്ന് അവർക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ കാര്യങ്ങളെല്ലാം ഈ കളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ബ്രവീസ് ആണെങ്കിലും സർഫറാസ് ഖാൻ ആണെങ്കിലും ആദ്യം തന്നെ ഋതുരാജിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ക്യാച്ച് പോകുന്നുണ്ട്. പക്ഷേ ഈ 3 പേരും പിന്നീട് നല്ല ക്യാച്ചുകൾ എടുത്തിട്ട് ടീമിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ക്യാച്ചുകൾ ഇങ്ങനെ
ചെന്നൈ വിട്ടു കൊടുക്കുമ്പോൾ കൊൽക്കത്തയ്ക്ക് അതൊരു അഡ്വാൻറ്റേജ് ആവുമെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും പക്ഷേ ചെന്നൈയുടെ ബോളർമാർ അതിനൊന്നും വഴങ്ങേണ്ടതായിട്ട് വന്നില്ല. നൂർ അഹമ്മദൊക്കെ നല്ല കിടിലനായിട്ടാണ് ഈ ഒരു കളിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരിടയ്ക്ക് ആ ഒരു ഹാട്രിക് ബോൾ വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. ഹാട്രിക് ബോൾ കിട്ടിയില്ലെങ്കിലും തുടർച്ചയായിട്ടുള്ള ഒരു 7 പന്തിനിടയ്ക്ക് 3 വിക്കറ്റോളം നൂർ അഹമ്മദ് എടുത്തിട്ടുണ്ടായിരുന്നു. കാമറൂൺ ഗ്രീൻ ഈ കളിയിലും ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടു. ഗോൾഡൻ ടക്കിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അത് നൂർ അഹമ്മദിൻ്റെ ഓവറിൽ. അങ്ങനെ 10 ഓവർ കഴിയുമ്പോഴേക്കും 82 റൺസ് എത്തിയിട്ടുണ്ടെങ്കിലും 3 വിക്കറ്റോളം കൊൽക്കത്തയ്ക്ക് നഷ്ടപ്പെട്ടു. 11ാമത്തെ ഓവർ വന്നപ്പോഴേക്കും അജിങ്ക്യ രഹാനയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ 100 റൺസ് എത്തുന്നതിന് മുന്നേ തന്നെ അവർക്ക് 5-6 വിക്കറ്റോളം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ആകെ കൂടി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു റോമാൻ പൗലും അതുപോലെ തന്നെ രമൺദീപും ക്രീസിൽ നിൽക്കുമ്പോഴാണ്. പക്ഷേ അവർ രണ്ടുപേർക്കും ആ ഒരു ഡാമേജ് ലിമിറ്റ് ചെയ്യാൻ മാത്രമാണ് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ഓവറിൽ അവർ കുറച്ച് റണ്ണൊക്കെ എടുക്കുന്നത് കണ്ടു. അതുകൊണ്ട് മാത്രം 32 റൺസിനാണ് കൊൽക്കത്ത തോറ്റുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 50 റൺസിന് മേലുള്ള ഒരു തോൽവി അവർക്ക് എന്തായാലും വന്നിരുന്നു. അതുപോലെ ചെന്നൈക്ക് വേണ്ടി അൻഷുൽ കമ്പോജും ഖലീൽ അഹമ്മദും നൂർ അഹമ്മദും അതുപോലെ തന്നെ അഖിൽ ഹുസൈനും ഇവരെല്ലാവരും നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന കണ്ടു. കറക്റ്റായിട്ടുള്ള ബോളിംഗ് ചേഞ്ചുകൾ ഋതുരാജ് കൊണ്ടുവരുന്ന കണ്ടു. ഋതുരാജിന് ക്യാപ്റ്റൻസിയിൽ ആ ഒരു മാറ്റങ്ങൾ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടെങ്കിലും ഫീൽഡിങ്ങിലും ചെറിയൊരു മിസ്റ്റേക്കുകൾ ഇന്നലത്തെ കളിയിൽ കണ്ടു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാറ്റിങ്ങിൽ ആ ഫോം കണ്ടെത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ചെന്നൈക്ക് ഇപ്പോൾ 5 കളിയിൽ നിന്ന് ഇപ്പോൾ 2 മത്സരം അവർ ഇപ്പോൾ അടുപ്പിച്ച് ജയിച്ചിട്ട് 4 പോയിന്റോളം നേടാനായിട്ട് പറ്റിയിട്ടുണ്ട്. കൊൽക്കത്തയ്ക്ക് ഇതുവരെ അവരുടെ അക്കൗണ്ട് ഓപ്പൺ ആവാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി അവർക്ക് എന്തെങ്കിലും ഒരു സാധ്യത പ്ലേ ഓഫിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എല്ലാ കളിയും ജയിക്കേണ്ട അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നില്ല അതിനി പോസിബിൾ ആയിരിക്കും എന്നുള്ളത്. അവരുടെ മെയിൻ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നത് അവർ ഓപ്ഷനിൽ വിളിച്ചെടുത്ത നല്ല ബോളർമാരൊന്നും അവരുടെ നിരയിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഇത് പല പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ മുസ്തഫിസറിനാണെങ്കിലും ആകാശ്ദീപിനാണെങ്കിലും മഹേഷ് പതിരണേനാണെങ്കിലും ഒക്കെ അവർക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരം അവർ നല്ല ടീമിനെ വിളിച്ചെടുക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോളിങ്ങിൽ സ്ട്രെങ്ത് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മെയിൻ ബോളർമാരെ പല കാരണങ്ങളുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു താളം കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. ഇനി എന്താവും എന്നുള്ളതെല്ലാം നമുക്കിനി വരുന്ന ദിവസങ്ങളായിട്ട് കണ്ടറിയാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.